ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്തും തൃശൂരും അടക്കം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം മുട്ടത്തറയിൽ റോഡിൽ കിടന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. തൃശൂരിൽ അത്താണി ഗ്രൗണ്ടിൽ ശവക്കുഴി ഒരുക്കി അതിൽ കിടന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചത്. മുട്ടത്തറയിലും കൊച്ചിയിലും ടെസ്റ്റിനായി ആരും ഹാജരായില്ല. വിജയം വരെയും സമരം ചെയ്യും, വിജയം വരെയും സമരം ചെയ്യും. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. പരിഷ്കരിച്ച ഡ്രൈവിംഗ് പരിഷ്കരണം സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും പരിശീലകരുടെയും ഭാഗത്ത് നിന്ന് വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോഴും സംസ്ഥാനത്ത് നടക്കുന്നത്. അതേസമയം അല്പസമയം മുമ്പ് AK ബാലൻ പ്രതികരിച്ചത് ഈ പരിഷ്കാരം അടിച്ചേൽപ്പിക്കരുത്, മറിച്ച് തൊഴിലാളികളുമായും ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥരുമൊക്കെയായി ചർച്ചകൾ നടത്തണം എന്നുള്ളതാണ്. പക്ഷേ പരിഷ്കരിച്ച രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് ഏറെ പ്രയാസകരം എന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ഇപ്പോഴും നിലപാട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് തിരിച്ചടി ലഭിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, കോടതിയിൽ നിന്നടക്കം പ്രതീക്ഷിച്ച പോലുള്ള ഒരു ആനുകൂല്യം ലഭിച്ചിട്ടില്ല. ഇതിലിപ്പോൾ ഈ പ്രതിഷേധത്തിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ ഈ പ്രതിഷേധം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടും എന്നാണോ പ്രതീക്ഷ? അരുൺ, നേരത്തെ മുതൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നുണ്ട്. നിരവധി തവണ പ്രതിഷേധം കണ്ടതാണ്. കോടതിയടക്കം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരുമൊക്കെ സമീപിച്ചതാണ്. ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുമ്പോൾ ഈ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകും, അധികൃതർ കൃത്യമായി ഇത് മോണിറ്റർ ചെയ്യും. ഇതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണോ ഈ പ്രതിഷേധക്കാർ വെച്ചു പുലർത്തുന്നത്? പ്രശ്നത്തിന് പരിഹാരം വൈകുകയാണ്. കൂടുതൽ കടുത്ത സമര രീതിയിലേക്ക് സമരക്കാർ മാറുകയും ചെയ്യുന്നു. നമ്മൾ കണ്ടതാണ് മുട്ടത്തറയിലുമൊക്കെ ആളുകൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിന് പുറത്ത് റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. തൃശൂരിലും വലിയ പ്രതിഷേധം, വ്യത്യസ്തമായ പ്രതിഷേധമൊക്കെ തൃശൂരിലും കണ്ടു. ഓരോ ദിവസവും സമരം കൂടുതൽ ശക്തമാവുകയാണ്. പക്ഷേ ഇന്നലെ ഗതാഗത മന്ത്രി അഭ്യർത്ഥിച്ചത് കോടതി ഉത്തരവ് മാനിക്കാൻ സമരക്കാർ തയ്യാറാകണമെന്നാണ്. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് പരിഷ്കാരമൊക്കെ വരുത്തിയത്. അവർ ആവശ്യപ്പെട്ടതുള്ള പരിഷ്കാര നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നുണ്ട്. എന്നിട്ടും ഇത്തരമൊരു സമരം തുടരുന്നത് അവസാനിപ്പിക്കണം, കോടതി ഉത്തരവ് കൂടി മാനിക്കണമെന്ന അഭ്യർത്ഥനയാണ് മന്ത്രി മുന്നോട്ട് വെച്ചത്. പക്ഷേ അപ്പോഴും സമരക്കാർ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. സീറ്റ് ഒഴികെയുള്ള സംഘടന ഇപ്പോഴും സമരം തുടരുകയാണ്. ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും തുടരാൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് 8ാമത്തെ ദിവസമാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. സമരം തുടരാൻ തന്നെ തീരുമാനം. നിങ്ങൾ പറഞ്ഞ പരിഷ്കാരങ്ങൾ കുറെയൊക്കെ നടപ്പാക്കിയെന്ന് മന്ത്രി പറയുന്നുണ്ട്, അതുകൊണ്ട് പിന്മാറണം, കോടതി ഉത്തരവ് കൂടി മാനിക്കണമെന്ന്. കോടതി ഉത്തരവ് ഞങ്ങൾ മാനിക്കുകയാണല്ലോ. കോടതി ഉത്തരവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ മുന്നോട്ട് പോകാനാണ്. ഞങ്ങൾ കോടതി 21-ാം തീയതി കേസ് വിളിച്ചിരിക്കുക. വീണ്ടും കോടതിയിൽ 21-ാം തീയതി കേസ് നടക്കുകയാണ്. കോടതിയിൽ ഞങ്ങൾ ഇടക്കാല ഒരു ഉത്തരവ്, അതായത് ഞങ്ങളുടെ ഈ സ്റ്റേക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തപ്പോൾ ഇടക്കാല ഉത്തരവ് അവർക്ക് ബെഞ്ചിന് തരാൻ പറ്റത്തില്ല, വാദം കേട്ട ജഡ്ജി വന്നതിന് ശേഷം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കേസ് പരിഗണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത് 21-ാം തീയതിക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. വേറെ പുതിയ ഗ്രൗണ്ടുകളെ കണ്ടുപിടി സർക്കാർ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. KSRTCയുടെ സ്ഥലത്ത് ഗ്രൗണ്ടൊക്കെ തുറന്ന് അങ്ങനെ ഉള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മൊത്തം കേരളത്തിൽ 86 സ്ഥലത്താണുള്ളത്. അതിൽ 6 സ്ഥലം മാത്രമേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിലുള്ളൂ. KSRTC സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ അവരവിടെ നടത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾക്ക് ഞങ്ങളൊരു സിലബസ് പറഞ്ഞിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നത്. അതിന് വിരോധമായിട്ട് വന്നിട്ടുള്ള ഇതായതുകൊണ്ടാണ്, സർക്കുലർ ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് കയറാതിരിക്കുന്നത്. പുതിയ സ്ഥലത്തേക്ക് ടെസ്റ്റ് മാറ്റിയാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പുതിയ സ്ഥലം വരണമെന്നാണ് നമ്മൾ പറയണത്. പുതിയ സ്ഥലം വരട്ടെ. ഇപ്പോഴും ഈ വരുന്ന രീതിയിൽ തന്നെ വരട്ടെ. ഇപ്പൊ KSRTC അല്ല, ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് ഇത് തുടങ്ങണമെന്ന് വെച്ചാൽ തുടങ്ങാം. ആർക്ക് തുടങ്ങാലോ, അദാനിക്ക് അംബാനിക്ക് ആർക്ക് വേണോ തുടങ്ങാം. നമുക്കൊരു പ്രശ്നമില്ല. ഒരേ രീതി ആയിരിക്കണം, അതാണ് പറയണത്. മനസ്സിലായി? നിങ്ങൾക്ക് പഠിപ്പിക്കണം. നമുക്കല്ലല്ല, ഇവർ പറയുന്ന രീതിയിൽ പഠിപ്പിക്കണത്. സിലബസ് ഉണ്ടല്ലോ, നമ്മളൊരു സിലബസ് വെച്ചിട്ട് പഠിപ്പിക്കണത്, അത് പഠിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ്. അതുതന്നെയാണ് പുതിയ ഡ്രൈവിംഗ് ഗ്രൗണ്ടുകൾ KSRTCയിൽ കണ്ടെത്തുന്നു. ആ സ്ഥലം കണ്ടെത്തി അവിടെ പരിശീലനത്തിനുള്ള ശ്രമമുണ്ട്. അതും നടന്നോട്ടെ. പക്ഷേ ഏകീകൃത സിലബസ് ആയിരിക്കും എല്ലായിടത്തും
അല്ലാതെ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പരിഷ്കാരം എന്ന രീതി അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സമരക്കാർ എപ്പോഴും ഉള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി, വീണ്ടും മുടക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് സമരക്കാർ നൽകുന്നത്. ഒരാഴ്ചയോളമായി ഇവിടെ സമരം തുടങ്ങിയിട്ട് മറ്റ് സ്ലോട്ട് ലഭിച്ച് ഇവിടെ വരുന്നവർക്ക് പോലും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആളുകൾ ഈ പ്രതിഷേധം കാരണം വിട്ടുനിൽക്കുന്ന സാഹചര്യവും ഇപ്പോഴും തുടരുകയാണ്. അഭിലാഷ്, റൈറ്റ്. എന്തായാലും വലിയ പ്രതിഷേധം ആണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലകരുടെ ഭാഗത്ത് നിന്ന്, ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകരുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടാകുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഡ്രൈവിംഗ് പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആർക്ക് വേണമെങ്കിലും ഈ ഡ്രൈവിംഗ് പരിശീലന രംഗത്തേക്ക് കടന്നു വരാം. പക്ഷേ എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങളും മറ്റും ആയിരിക്കണം ബാധകമാക്കേണ്ടത് എന്ന നിലപാട് ആണ് ഇപ്പോൾ ഇവർ പുലർത്തുന്നത്. അതേസമയം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ. എന്തായാലും